കേരളം കണ്ട ഏറ്റവും നല്ലൊരു എഫിഷ്യൻ്റായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ് പി വിജയൻ എന്ന് പറയുന്നത്. താഴെത്തട്ടുനിന്ന് വളർന്നു വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ വേദനകളും കേരളത്തിൻ്റെ അവസ്ഥകളും എല്ലാം അറിയുന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക അവഗണിക്കപ്പെട്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും ഇത് മനസ്സിലാക്കി വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാളെ ഈ സവർണ വിഭാഗമായിട്ട് താഴേക്കടയിലുള്ളവരെ അവഗണിച്ച് ശീലിച്ച ആൾക്കാർ ഇപ്പോൾ കുറ്റം പറയുന്നത് ഒരു ഉൾക്കൊള്ളാൻ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ക്രിമിനൽസിനെതിരെ അന്വേഷണ റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തപ്പോൾ ആ ക്രിമിനൽസ് അന്വേഷണ സംഘത്തിനെതിരെ അന്വേഷണം വേണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കും. അപ്പം ഇവരെ ഉദ്ദേശമെന്ന് പറയുന്നത് സർക്കാർ മാറി മാറി വരുന്ന സർക്കാരിനെയും സ്വാധീനിക്കുക, അതിലെ മന്ത്രിമാരെ സ്വാധീനിക്കുക, അവരിതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം വിജയൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണോ സർക്കാരിൽ അറിയിച്ചത് അത് പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെയാണ് അറിയിച്ചത്. അപ്പോൾ പോലീസിനെയും മാധ്യമങ്ങളെയും ഇവരിപ്പോൾ പ്രതിക്കൂട്ടിലാക്കുകയാണ്. സത്യം തുറന്നു പറഞ്ഞവരെയും സത്യം തുറന്ന് കാണിക്കുന്നവരെയും നിയമത്തിൻ്റെ മുന്നിൽ പ്രതികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം ഇപ്പോൾ ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ഈ BJP ആൾക്കാർ ക്രിമിനലാക്കാൻ ശ്രമിക്കുകയാണ്. 100% ഇത് BJP UDF ഡീലാണ്. കാരണം UDF CPM-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു കഴിഞ്ഞ സമയത്ത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ BJP-യും UDF-ഉം തമ്മിലാണ് ഡീല് വെക്കുന്നത്. കാരണം BJP-ക്ക് അറിയാം അവർ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൻ്റെ മുന്നിൽ ആ കുരുക്കിൽ ചെന്ന് പെടുമെന്ന്. അപ്പം മാറി മാറി വരുന്ന സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ആൾക്കാരെല്ലാം ഇവരൊപ്പം നിർത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം CPM-നകത്ത് കുറേ തെറ്റുകളുണ്ട്, കുറേ ED കേസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ വിലപേശിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഇവർക്ക് കൂട്ടുകച്ചവടമാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ 20,000 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് ചെയ്യുന്നത്. അതിൽ എത്ര UDF-കാർക്ക് പങ്കുണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ കേരളം മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയയുമായിട്ടുള്ള ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ BJP-കാരാണ്. BJP-യിലെ കരമന ജെയിൻ പോലുള്ള ആൾക്കാർ ഇവർക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൈരനാമം മിസ്സായെന്ന് പറഞ്ഞു. വൈരനാമത്തിൽ 8 കല്ലാണ് മിസ്സിങ് ആയിട്ടുള്ളത്, 8 കല്ല്. അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആദ്യം പൂവട്ടിക മിസ്സാവും, ആൾക്കാർ ബഹളം വയ്ക്കും, എവിടെയാണെന്ന് ചോദിക്കും, പ്രശ്നമാകുമ്പോൾ പൂവട്ടിക അവിടെ പ്രത്യക്ഷപ്പെടും. നരസിംഹമൂർത്തിയുടെ വസ്തുക്കൾ, അതുപോലെ നമ്മുടെ ഇതല്ലേ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ മാല, വെള്ളിമാല മിസ്സായി. ആ മാല എവിടെ പോയി? ആ മാല എവിടെ പോയി എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മാല തിരിച്ചു വന്നു, ചവറിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ പ്രസാദം കൊടുക്കുന്ന കിണ്ണം എവിടെ പോയി? കൊട്ടാരത്തുനിന്ന് 16 കിലോമീറ്റർ നടന്നു വന്നു. അതുപോലെ തന്നെ ഒറീസയിൽ നിവേദ്യം വെക്കുന്ന സാധനം പോയി, അവിടെ പ്രശ്നം ഉണ്ടാക്കി തൊണ്ടി മുതലായിട്ട് കോടതിയിലെത്തുന്നതിന് പകരം തിരിച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാം റീമേക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ കൊട്ടാരത്തിനകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു വേദി തന്നെ ഈ അമ്പലത്തിൽ കയറാനുള്ള വഴി പാസേജ് ഉണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതൊക്കെ പോലീസിനറിയാം. അതുപോലെ അജിത് ദോവൽജി ഇവിടെ വന്ന് പോയതിന് ശേഷം ഈ കവടിയാർ കൊട്ടാരത്തിൽ നടന്ന മോഷണവും അതുമായി ബന്ധപ്പെട്ട് വസ്തുക്കൾ എവിടെ പോയെന്ന് വെച്ചാൽ ആ സാധനം അത്രയും ഇവർ വിറ്റു. കൊട്ടാരത്തിലുള്ള ഒരാളുടെ അക്കൗണ്ടിൽ തന്നെയാണ് ഈ പൈസ വന്നത്. അത് പോലീസിൻ്റെ വിവരമുണ്ട്. ACP സന്തോഷിനും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒക്കെ ഇതിനെപ്പറ്റിയുള്ള വിവരമുണ്ട്. അപ്പോൾ ഈ വിവരം ഇവരുടെ കയ്യിൽ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കൊട്ടാരത്തിൽ കേസായിട്ട് മുന്നോട്ട് പോകണ്ട, കൊട്ടാരത്തിലെ ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ അത് കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അത് പോലീസ് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസാണ് ഇപ്പോൾ ഇവരുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത്. കാരണം എല്ലാ പോലീസുകാരും ഇവരുടെ ഒത്താശയ്ക്കൊത്ത് നിൽക്കുന്നവരല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതെന്ത് ന്യായമാണ്? ഇത് 100% ഇത് അന്വേഷണം നടന്നേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ജനങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യം ഭക്തരെ മനസ്സിൽപ്പെടും. അതായത് പത്മനാഭസ്വാമി BJP-യുടെ ഒരു സ്ഥിരം സ്ട്രാറ്റജി ഉണ്ട്. BJP എല്ലാ തെണ്ടിത്തരവും വർഗീയതയും കാണിച്ചിട്ട് അവസാനം എന്തെങ്കിലും ഇവരെ ചോദ്യം ചെയ്യാൻ വരികയാണെന്ന് പറഞ്ഞാൽ ഇവരപ്പോൾ പറയും ഇത് ഹിന്ദുത്വത്തിനെതിരാണ്, ഇത് ക്ഷേത്രം തകർക്കാൻ വേണ്ടിയിട്ടാണ്. ശബരിമല കേസിന് വേണ്ടി ബഹളം വെച്ച് നടന്ന UDF സർക്കാരാണ്. കിണ്ണം കെട്ടവൻ ആരപ്പ എന്ന് പറഞ്ഞ് പാട്ടുംപാടി നടന്ന്
ആൾക്കാരാണ് ഇതിന് വേണ്ടിയിട്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 550 കോടിയുടെ ട്രഷർ ഹണ്ടിനെതിരെ ഒരു കമ എന്നൊരു അക്ഷരം പോലും മിണ്ടാത്തത്. അപ്പം ഇത് ഇരട്ടത്താപ്പല്ലേ? അപ്പം ജനങ്ങളെ മാത്രമല്ല, ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ 2 അക്ഷരമുള്ള ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു. അയാളൊരു BJP കാരനാണ്. അയാൾ കേരളത്തിലെ RSSലെ പല ആൾക്കാർക്കും ഫണ്ട് ചെയ്യുന്ന ആളാണ്. അയാൾക്കെതിരെ അയാളുടെ ഹോട്ടലിൽ നിന്ന് പോലീസ് റെയ്ഡ് ചെയ്ത് ഈ പറയുന്ന മയക്കുമരുന്ന് പിടിച്ച കഥകൾ പോലും അവിടെ കൊച്ചിക്കാർക്ക് അറിയുന്നതാണ്, പോലീസിന് അറിയുന്നതാണ്, മാധ്യമപ്രവർത്തകർക്ക് അറിയുന്നതാണ്. ഇപ്പോൾ അയാൾ തന്നെ സ്വയമേ വന്നിട്ട് പറയണേ എനിക്കെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടും അന്വേഷണം നടത്തുന്നില്ല. കാരണം എന്താണ്? അയാളെ ബാക്കപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ BJP-കാരാണ്. AN രാധാകൃഷ്ണനെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇവിടെ കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലും ഒന്ന് മിണ്ടിയിട്ടുണ്ടോ? ഈ കൊച്ചി കേന്ദ്രീകരിച്ച് ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരാരെങ്കിലും ഇതിനെതിരെ മിണ്ടിയിട്ടുണ്ടോ? ഇനി തലസ്ഥാനത്തെ സൈഡിലോട്ട് പോട്ടെ, 3 MLA-മാർ ഇവർക്കില്ലേ? ഇവരാരെങ്കിലും കോടതിയിൽ BJP-ക്കാർ ഒന്നും ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? മിണ്ടത്തില്ല. കാരണം BJP-ക്ക് മയക്കുമരുന്ന് മാഫിയയ്ക്ക് എതിരെ സംസാരിക്കാൻ പറ്റില്ല. കാരണം BJP-യിലെ പല ആൾക്കാർക്കും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.